ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശ് സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പാചക എണ്ണകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ കേന്ദ്രം 10% കുറച്ചു. രാജ്യത്തെ വിദേശ നാണ്യശേഖരത്തിൽ $690 കോടി വർധന. കേരളത്തിൽ വ്യാപക മഴ തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. പുകയില ഉപയോഗത്തിന്റെ അപകടങ്ങൾക്കെതിരായ അവബോധം ലക്ഷ്യമിട്ട് ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. IPL ക്രിക്കറ്റിൽ രണ്ടാം ക്വാളിഫയറിൽ കടന്ന മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ 20 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശ് സന്ദർശിക്കും. ലോക്മാതാ ദേവി അഹല്യാഭായ് ഹോൾക്കറുടെ 300ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഭോപ്പാലിൽ നടക്കുന്ന ലോക്മാതാ ദേവി അഹല്യാഭായ് മഹിളാ സശക്തികരൺ മഹാസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. മധ്യപ്രദേശിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ദാദിയ, സത്ന വിമാനത്താവളങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ക്ഷിപ്ര നദിയിൽ 860 കോടി രൂപയിലധികം വിലമതിക്കുന്ന ഘാട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നടത്തും. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടുകൾ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് സമർപ്പിച്ചു. ചെയർപേഴ്സൺ ഹൻസ്രാജ് ഗംഗാറാമും ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അംഗം ഭുവൻ ഭൂഷൺ കമലും 2022-23, 2023-24 എന്നീ വർഷങ്ങളിലെ റിപ്പോർട്ടുകളാണ് രാഷ്ട്രപതിക്ക് കൈമാറിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ദൃശ്യമായത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെയും മേക്ക് ഇൻ ഇന്ത്യയുടെയും കരുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ 47,600 കോടിയോളം രൂപയുടെ 15 വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ നിശ്ചയിച്ച ലക്ഷ്യങ്ങളിൽ പതിച്ച് ശത്രു താവളങ്ങൾ തകർത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ऑपरेशन सिंदूर में दुनिया ने भारत के स्वदेशी हथियारों और मेक इन इंडिया की ताकत भी देखी है. हमारे ब्रह्मोस मिसाइल ने दुश्मन के घर में घुसकर तबाही मचाई. जहां टारगेट तय किया वहां धमाके किए. ये ताकत हमें आत्मनिर्भर भारत के संकल्प से मिली है. സായുധ സേനയുടെ വീര്യവും ധൈര്യവുമാണ് പാകിസ്ഥാനെ വെടിനിർത്തലിനായി യാചിക്കാൻ പ്രേരിപ്പിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തു നിന്ന് ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ഇന്ത്യ എല്ലാ തരത്തിലുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യക്കെതിരായി പാകിസ്ഥാൻ ഭീകരാക്രമണങ്ങൾ നടത്തിയാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വിമാനവാഹിനി INS വിക്രാന്തിൽ ഓഫീസർമാരെയും നാവികരെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പഹൽഗാം ഭീകരാക്രമണത്തെ ന്യൂസിലൻഡ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ വിൻസ്റ്റൺ പീറ്റേഴ്സ് അപലപിക്കുകയും ഇന്ത്യയിലെ ജനങ്ങളോടുള്ള ന്യൂസിലാൻഡിന്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ സന്ദർശിച്ച പീറ്റേഴ്സ് വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, പ്രതിരോധം, സുരക്ഷ, പരമ്പരാഗത വൈദ്യശാസ്ത്രം, കായികം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം ചർച്ചയായി. പാക് ഷെല്ലാക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന നിയന്ത്രണ രേഖയിലെ ജനങ്ങൾക്ക് പ്രത്യേക ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിലവിലുള്ള 90,000 ഭൂഗർഭ ബങ്കറുകൾക്ക് പുറമെ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്ത ശേഷം പൂഞ്ച് പട്ടണത്തിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നയം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുന്നതിനായി നിയോഗിച്ച 7 സർവകക്ഷി പ്രതിനിധി സംഘങ്ങളുടെ പര്യടനം തുടരുന്നു. BJP MP രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഡെൻമാർക്ക് സന്ദർശിക്കുകയാണ്. കോൺഗ്രസ് MP ശശി തരൂർ നയിക്കുന്ന സംഘം ഇന്നലെ കൊളംബിയൻ തലസ്ഥാനമായ ബൊഗോട്ടയിലെത്തി. പാചക എണ്ണകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ കേന്ദ്രം 10% കുറച്ചു. അസംസ്കൃത പാം ഓയിൽ, സോയാബീൻ ഓയിൽ, സൺഫ്ലവർ ഓയിൽ എന്നിവയുടെ തീരുവയാണ് കുറച്ചത്. പാചക എണ്ണകളുടെ ചില്ലറ വിൽപ്പന വില കുറയ്ക്കുന്നതിനും ആഭ്യന്തര സംസ്കരണ കമ്പനികളെ സംരക്ഷിക്കുന്നതിനുമാണ് നീക്കം. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഇന്നലെ ധനകാര്യ മന്ത്രാലയം അടിയന്തര പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ശുദ്ധീകരിച്ച എണ്ണയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 32.5% തുടരുന്നു.
രാജ്യത്തെ വിദേശ നാണ്യശേഖരത്തിൽ 690 കോടി ഡോളറിന്റെ വർധന. ഈ മാസം 23 വിദേശ നാണ്യശേഖരം 692.7 ബില്യൺ ഡോളറിലെത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണക്കുകൾ സൂചിപ്പിക്കുന്നു. വിദേശ കറൻസികളുടെ ശേഖരം 586.1 ബില്യൺ ഡോളറായും സ്വർണത്തിന്റെ ശേഖരം 83.58 ബില്യൺ ഡോളറായും ഉയർന്നിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അതേസമയം കഴിഞ്ഞ മണിക്കൂറുകളിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ലഭിച്ചത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കി, കൊല്ലം, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ കാലവർഷം വൻതോതിൽ നാശനഷ്ടം വിതച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടുത്ത 5 ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ തുടരുമെന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് 66 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1894 പേർ താമസിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും 144 വീടുകൾ തകർത്തു. എറണാകുളത്ത് കുമ്പളം ഫെറിയിൽ വള്ളം മറിഞ്ഞ ഒരാളെ കാണാതായി. 216 വീടുകൾ തകർന്നു. തൃശൂർ ജില്ലയിൽ 4 വീടുകൾ പൂർണ്ണമായും 177 വീടുകൾ ഭാഗികമായും തകർന്നു. കോട്ടയത്ത് മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ മൂവാറ്റുപുഴയാർ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇടുക്കിയിൽ 14 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 130 വീടുകൾ തകർന്നു. കനത്ത കാറ്റിൽ മരം വീണ ഒരാൾ മരിച്ചു. 5.48 കോടി രൂപയുടെ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ 18 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 321 പേർ താമസിക്കുന്നു. കൊല്ലം ജില്ലയിൽ 164 വീടുകൾ ഭാഗികമായും 6 വീടുകൾ പൂർണ്ണമായും തകർന്നു. കാസർഗോഡ് ജില്ലയിൽ 326 പേരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. വയനാട് ജില്ലയിൽ 242.74 ഹെക്ടർ കൃഷി നശിച്ചു. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ, കുട്ടനാട്, ചേർത്തല താലൂക്കുകളിൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. പാലക്കാട് കാലവർഷം 23 വീടുകൾ കൂടി തകർത്തു. കണ്ണൂർ ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ശക്തമായ കാറ്റിലും മഴയിലും KSEBക്ക് വൻ നാശനഷ്ടം. നിലവിലെ കണക്കുകൾ പ്രകാരം 2656 ഹൈ ടെൻഷൻ പോസ്റ്റുകളും 19513 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു. വിതരണ മേഖലയിൽ ഏകദേശം 138.87 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. 75,57,783 ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സം നേരിട്ടു. വികസിത കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിൻ പത്തനംതിട്ട ജില്ലയിൽ തുടരുന്നു. ഇന്നലെ കോന്നി, വള്ളിക്കോട്ട്, തണ്ണിത്തോട്, മലയാലപ്പുഴ എന്നീ പ്രദേശങ്ങളിൽ ക്യാമ്പയിൻ നടന്നു. ഇന്ന് തുമ്പമൺ, പന്തളം എന്നിവിടങ്ങളിലാണ് ക്യാമ്പയിൻ. ഇതുകൂടാതെ ഓൺലൈൻ ക്യാമ്പയിനും നടക്കും. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ, ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, ആത്മ പത്തനംതിട്ട എന്നിവ സംയുക്തമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയില ഉപയോഗത്തിന്റെ അപകടങ്ങൾക്കെതിരെ അവബോധം വളർത്തുന്നതിനായി ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരംഭിച്ച സംരംഭമാണിത്. WHO കണക്കനുസരിച്ച് ലോകമെമ്പാടുമായി ഏകദേശം 1.3 ബില്യൺ ആളുകൾ പുകയില ഉപയോഗിക്കുന്നു. പുകയിലയുടെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവും ഉത്പാദകരുമാണ് ഇന്ത്യ. പുകയില ഉപയോഗത്തിലൂടെയുള്ള പകർച്ചവ്യാധിയും അതുണ്ടാക്കുന്ന മരണത്തിലേക്കും ആഗോള ശ്രദ്ധ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 1987 ലോക പുകയില വിരുദ്ധ ദിനം ആദ്യമായി ആചരിച്ചത്. IPL ക്രിക്കറ്റിൽ രണ്ടാം ക്വാളിഫയറിൽ ഇടം ഉറപ്പിച്ച് മുംബൈ ഇന്ത്യൻസ്. ഗുജറാത്ത് ടൈറ്റൻസിനെ 20 റൺസിന് പരാജയപ്പെടുത്തിയാണ് നേട്ടം. നിശ്ചിത 20 ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 5 വിക്കറ്റിൽ 228 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ഗുജറാത്തിന് 208 റൺസ് മാത്രമാണ് നേടാനായത്. നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സാണ് മുംബൈയുടെ എതിരാളി. ജൂൺ 3-നാണ് ഫൈനൽ. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ഗുൽവീർ സിംഗ് രണ്ടാം സ്വർണം നേടി. പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ 13 മിനിറ്റ് 24 സെക്കൻഡ് സമയം കൊണ്ട് 2015 മുൻ റെക്കോർഡ് മറികടന്നു. ആദ്യ ദിവസം 10000 മീറ്ററിലും അദ്ദേഹം സ്വർണം നേടിയിരുന്നു. വനിതകളുടെ ഹൈജമ്പിൽ 18-കാരിയായ പൂജ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനമായ 1.89 മീറ്റർ ചാടി സ്വർണം നേടി. വനിതകളുടെ ഹെപ്റ്റാത്തലണിൽ 5941 പോയിന്റുമായി നന്ദിനി അഗസാര മൂന്നാം സ്വർണം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശ് സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പാചക എണ്ണകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ കേന്ദ്രം 10% കുറച്ചു. രാജ്യത്തെ വിദേശ നാണ്യശേഖരത്തിൽ 690 കോടി ഡോളറിന്റെ വർധന.
കേരളത്തിൽ വ്യാപക മഴ തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. പുകയില ഉപയോഗത്തിന്റെ അപകടങ്ങൾക്കെതിരായ അവബോധം ലക്ഷ്യമിട്ട് ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. IPL ക്രിക്കറ്റിൽ രണ്ടാം ക്വാളിഫയറിൽ കടന്ന മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ 20 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.